നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് കുറേ വർഷങ്ങളുടെ കണക്കിൽ കൂട്ടുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേ നല്ല നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നതിനെയാണ് കേട്ടോ. അങ്ങനെ കുറേ മെമ്മറീസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്തായാലും ചാനലിൻ്റെ മുതലാളിയുടെ വകയായിരിക്കട്ടെ ഇന്നത്തെ സ്വാഗതം അല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പായുൻ്റെ മഞ്ഞൾ കൃഷിയാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ. മഞ്ഞൾ നമുക്ക് അരിഞ്ഞുണക്കിയിട്ട് മഞ്ഞപ്പൊടി ഉണ്ടാക്കാം കേട്ടോ. മഞ്ഞൾ നമുക്ക് അച്ഛന് വേണ്ടി എടുത്തച്ചാലോ. അതൊരു പാത്രത്തിലിട്ടേക്ക്, അല്ലെങ്കിൽ വീണ്ടും മണ്ണാവില്ലേ? ഇത് വടന്ന് കഴുകിയിട്ട് ആ മണ്ണിന്ന് കഴുകിയിട്ട് ഈ മണ്ണിക്ക് ഇടസ്റ്റ്. ജാതി ബുദ്ധിയില്ലേ? അതെ 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 അതെ, അമ്മയുടെ അല്ലേ മോള്. എന്ത് ചെയ്താലും അമ്മയുടെ അല്ലേ മോള്. ശരിയപ്പോ കുട്ടപ്പനും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അമ്പ അത് വലിയ കടയാണല്ലേ. ഈ വെറുതെ ഇരിക്കണ നേരത്ത് ഞാൻ അങ്ങോട്ട് കോട്ടത് കാട്ടടി എല്ലൂക്കി അതേരുണോ മാത്രം ബുദ്ധി നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞിട്ട് എടുത്താണ്. അത് കഴിക്കട്ടെ ഇതിൽ കിട്ടേക്ക് ഉണ്ണിയെ. വീണ്ടും മണ്ണ് കഴുക. അത് തട്ടിക്കളപ്പോ എന്തൊട്ട് പോതില്ലാത്ത കടാവത്. അയ്യോ മോറ നനച്ചുസ്റ്റിയാ. അയ്യോ എന്തുട്ട പായുനി കാണിക്കണേ. ഇരട്ടിപ്പണിയാണ് ഇപ്പൊ ചെയ്യാൻ നിക്കണേ. ദാദയുടെ ഒറ്റ ബുദ്ധിയാ. പാപ്പന്റെ ഒറ്റ ബുദ്ധി. പാപ്പ അത് കേക്കൂട്ടാ. പാപ്പന്റെ ദൈവമാണെന്ന്. സ്വാമിയല്ലേ പാപ്പം, കുരുസ്വാമിയാണ്. കുരുസ്വാമി കൊട്ട നടത്തി പോകണ്ട. കുളിക്കുന്ന ചമ്പലത്തിൽ പോവാ. പോയി കുളിക്കേ. വേണ്ട, പോയി കുളിച്ചിട്ട് വാ. എന്തുട്ടാ പായു കാണിക്കണേ. അതൊരു കാര്യം ചെയ്യാം, അതൊക്കെ കൂടി പറിച്ചിട്ട് ആ ബക്കറ്റില്ലേ ആ മുറത്തിൽ തന്നെ ഇട്ടച്ചോ. എന്നിട്ട് നമുക്കേ അതിന്റെ കടയൊക്കെ അരിഞ്ഞു കളയണം. എന്നിട്ട് വേണം ആക്കണമെങ്കിൽ. കുട്ടിയോട് കുളിക്കാൻ വേണ്ടിയിരിക്കണ ഇരിപ്പ് നോക്കി പോ കുളിക്കാൻ മുട്ടിയേ. നന്നായി ഓടിയിരുന്നു. സത്യം പറ, എന്തിനമ്മ ഈ സാധനങ്ങളൊക്കെ അറിയാം. അനിത്തിരി അല്ല, ഇതിനെ കത്തിക്കും. മറ്റേ ചക്കയുടെ സംഭവത്തിന്റെ ഇതിന് വീണതാണ്. ഇതിനെ കത്തിച്ചിട്ട് ഇങ്ങനെ വെക്കും, കൊതുക് വരാണ്ടിരിക്കാന്. റിമെമ്പർ. ഒന്നുമില്ല. കുറച്ച് നാൾ മുന്നേ നമ്മൾ ഫ്ലവർ ഷോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂർ. കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് അവരുടെ സ്വഭാവം ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അങ്ങനെ ഭയങ്കരമായിട്ട് സ്വഭാവത്തിലൊരു മാറ്റം വന്നിട്ടുള്ള ആളാണ് കേട്ടോ പായു. ഞാൻ എവിടേക്ക് വിളിച്ചാലും മൂപ്പരാൾ അങ്ങനെ വരല് ഇല്ല കേട്ടോ. ഇല്ല എന്നാണ് പറയുക. നമുക്കത് കേൾക്കുമ്പോൾ സങ്കടമാണെങ്കിലും ഞാൻ നിർബന്ധിക്കാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അവളങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് അവളെ എന്താ പറയുക, ഫ്രീഡത്തിനനുസരിച്ച് വിടാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം പക്ഷേ അതിന് പകരമായിട്ട് അമ്മൂട്ടി എൻ്റെ കൂടെ എല്ലായിടത്തേക്കും വരാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ സത്യമൊക്കെ ചെയ്യിപ്പിച്ചതിന് വെച്ചു കൊടുക്കുക, അമ്മ എവിടേക്കെങ്കിലൊക്കെ വിളിച്ചാൽ വന്നോളോ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമുക്ക് എത്രയാണെങ്കിലും അവർ കുട്ടികളാണല്ലോ അല്ലേ. എത്ര വലുതായാലും നമുക്ക് മനസ്സിൽ കുട്ടികളാണ്. അവരുടെ സ്വഭാവത്തിലെ ചേഞ്ചസ് ഓക്കെ, അത് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു പ്രായത്തിൽ അതങ്ങനെ മാറുമെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. നമ്മളിപ്പോൾ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മുന്നിലാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. കലോത്സവമൊക്കെ നടക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. പക്ഷെ നമ്മൾ കലോത്സവത്തിനൊന്നും പോയില്ല. ഒരു സ്റ്റേജിലേക്ക് പോയി, പക്ഷെ അവിടെ പരിപാടിയൊന്നും ആ സമയത്ത് ഉണ്ടായില്ല കേട്ടോ. നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ വടക്കുന്നാഥനിൽ പോവാത്തവരുണ്ടെങ്കിൽ ലൈഫിൽ എപ്പോഴെങ്കിലും വടക്കുന്നാഥൻ അമ്പലം ഒന്ന് കണ്ടിരിക്കണം കേട്ടോ. കലോത്സവത്തിനുണ്ടായിരുന്ന കുട്ടികൾ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് എന്തോ വീഡിയോ കവർ ചെയ്യുക അങ്ങനെ എന്തോ ചെയ്യണതാണ് കേട്ടോ. അത് ഇങ്ങനെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമ്മളൊരുപാട് കൊല്ലം പുറകിലേക്ക് പോകില്ലേ. നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലം എനിക്കത് ഭയങ്കരമായിട്ട് ഇടയ്ക്ക് മിസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും എൻ്റെ സ്കൂൾ ജീവിതത്തെ വല്ലാണ്ട് വെറുത്തിരുന്ന ഒരാളാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് എനിക്ക് എവിടെയൊക്കെയോ ഒരു സന്തോഷം നൽകുന്ന കുറച്ച് പോയിന്റുകൾ സ്കൂൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ എനിക്ക് തോന്നുന്നു പൊതുവേ എനിക്ക് ഇഷ്ടമുള്ളത് എൻ്റെ ഒരു +2 കാലഘട്ടമാണ്. +2 എനിക്ക് ഹാപ്പി ആയിരുന്നു.
ഡിഗ്രി ആണെങ്കിലും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ സ്ഥിരമായിട്ട് നിങ്ങളൊരു കമൻറ്റ് രഞ്ജിത്ത് സെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിന് കാണാറുണ്ടാവായിരിക്കും. ആൾ നാൾ വന്നിട്ട് എനിക്ക് അതായത് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചു കേട്ടോ. എന്താ വീഡിയോസ് ഇടാത്തത് എന്നുള്ള കംപ്ലൈൻ്റ് ആണ്. കൂടുതൽ നമ്മൾ അത് തന്നെയാണ് കേട്ടോ കേൾക്കാറുള്ളത്. അതായത് 50K ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോം ടൂർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 52K ആയിട്ടും നമ്മളത് ചെയ്തിട്ടില്ല. ഞാൻ തമാശയ്ക്ക് ഇതുപോലെ പ്രബീൻ്റെ അടുത്തൊക്കെ പറയട്ടോ, വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ വാക്ക് മാറ്റാൻ വേണ്ടി മാറ്റുന്നതൊന്നുമല്ല, എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ എനിക്ക് ആരുടെ അടുത്തും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്താ അതിന് മാത്രം സങ്കടം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ തിന്നിട്ട് എല്ലിൻ്റെ അടിയിൽ ഒറ്റ കുത്താന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിട്ട് പലർക്കും തോന്നിയെങ്കിലും കൂടിയിട്ട് അത് എനിക്ക് ആരുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വളരെ കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുറച്ച് സങ്കടങ്ങൾ വളരെയധികം കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. കുറച്ച് നാളുകളായിട്ട് ഞാനതിങ്ങനെ ഫോളോ ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ എൻ്റെ മെൻ്റൽ കണ്ടീഷൻ വളരെ വീക്കാണ്. സമയം നമ്മളിങ്ങനെ മാറ്റും. കുറച്ച് കാലം കൂടെ ഒക്കെ കഴിഞ്ഞാൽ എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിയും. പക്ഷെ എന്താ വെച്ചാൽ ഒന്ന് തീർത്ത് ഒരു സമാധാനത്തിലേക്ക് എത്തി വരുമ്പോൾ എനിക്ക് അടുത്ത പ്രശ്നം അത് എങ്ങനെയൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് വന്ന് കയറുന്നത് ഞാൻ തന്നെ വിചാരിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ കിടക്കപ്പായിൽ കിടന്നൊന്ന് എണീറ്റിട്ടുണ്ടായിരിക്കില്ല, അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരിക്കും കോള് അടുത്ത പ്രശ്നവും കൊണ്ടിട്ട്. ഞാനൊരു ഓവർ തിങ്കറാണ്. ചിന്തിച്ചു കൂട്ടുന്നത് ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല, ചെറിയൊരു കാര്യമായിരിക്കും. പക്ഷെ ഞാൻ ചിന്തിച്ച് അതിനെ വേറെ എവിടേക്കൊക്കെയോ ലെവലിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു മെൻ്റൽ കണ്ടീഷൻ മനസ്സിലാക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരും ശ്രമിക്കാറില്ല. പുറമേ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്താ പ്രശ്നം, അവർക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, കാശുണ്ട്, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും അവർ ഹാപ്പിയാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവായിരിക്കും. പക്ഷെ നമ്മൾ കടന്നു പോകുന്ന സ്റ്റേജ് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ പറഞ്ഞതാ നമ്മൾ ഫ്ലവർ ഷോയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ വന്നപ്പോൾ ഒരു കോമഡി ഉണ്ടായി. കാരണം ഞാൻ ജിപേയുടെ ആളാണ്, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുന്നേ ഇല്ല. പൈസ ഞാൻ അങ്ങനെ ചിലപ്പോൾ ഈ GPay പണി പറ്റിക്കണ കാരണം 1000 രൂപ എടുത്ത് മൊബൈലിൻ്റെ ബാക്കിൽ വെക്കും കേട്ടോ. അതെനിക്ക് പണിയും തന്നു. നമ്മുടെ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം അതായത് എൻ്റെ ഫോണ് S23 അൾട്രയാണ് കേട്ടോ. അതിൻ്റെ ബാക്ക് ഭാഗം വളരെ സിമ്പിളായിട്ട് അങ്ങോട്ട് ഊരിപ്പോന്നു. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. കാരണം അവരെ വിളിച്ച് ഞാൻ പറഞ്ഞ് കുറേ റിക്വസ്റ്റൊക്കെ ചെയ്തിട്ടാണ് എന്നാൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് കുന്നംകുളത്തേക്ക് കേട്ടോ. അങ്ങനെ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ ഞാനത് ശരിയാക്കി വാങ്ങിച്ചു, അല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഉറക്കാൻ ഉണ്ടായിരിക്കില്ല, എൻ്റെ ന്യൂ ഇയറേ പോയിട്ടുണ്ടായിരിക്കും. കാരണം ഈ ഒരു ഫോൺ കേടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല കേട്ടോ. കാരണം എൻ്റെ ഒരു ലൈഫ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് വരുന്ന ഏണിങ്സ് ആണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വർക്ക് എല്ലാതും നടക്കുന്നത് ഈ ഒരു ഫോൺ വഴിയാണ്. ഇതങ്ങനെ പണി പറ്റിച്ചാൽ അടുത്തൊരു ഫോൺ എടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പം എൻ്റെ കയ്യിലില്ല. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കണോണ്ട് നമുക്ക് ചെറിയൊരു ഫോൺ എടുത്ത് അതിലേക്ക് വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ ക്ലാരിറ്റിയുടെ പ്രശ്നവും വരും. അങ്ങനെയൊക്കെ ആലോചിച്ച് തല പുണ്ണാക്കിയിട്ടാണ് അതായത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത് കേട്ടോ. ഡിസംബർ 31 ഫ്ലവർ ഷോ എനിക്ക് അങ്ങനെ അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. കുറേ പൂക്കളും ചെടികളൊക്കെ ഉണ്ട്. അമ്മൂട്ടിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു ഫ്ലവർ ഷോ ഒന്നും അല്ലായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയ അപ്പം തന്നെയാണ് പോയത്. അപ്പോൾ പല സ്റ്റോളുകളും ഓപ്പണായിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. കുറേ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓപ്പണായിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്കവിടെ ആകെ ഇഷ്ടമായത് അവതാറിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ, അത്രയ്ക്ക് മനോഹരമായിരുന്നു. ഇതേപോലെ കുറേ മിററും കാര്യങ്ങളും കസാരകളൊക്കെ വെച്ചിട്ട് നല്ല രസത്തിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കത് ആസ്വദിക്കാൻ അങ്ങനെ വല്ലാണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 1-2 ബുക്കൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേറെ ഐറ്റംസ് ഒന്നും അങ്ങനെ വാങ്ങിച്ച് എന്ത് ദുഷ്ടിയാന്നറിയോ എൻ്റെ അമ്മ. ഇങ്ങനെ ഒരു പേട്ടമ്മനെ കിട്ടൂല. പണി തരാന്ന് വെച്ചാൽ അത് മാത്രം ആലോചിച്ചിട്ടുള്ളൂ. പണി തരാന്ന് എങ്ങനെയാ ആലോചിക്കണേ അല്ലേ? അയ്യോ, എങ്ങനെയാലും ഞാൻ തന്നെയല്ല ചെറുകണേ. വേണ്ട, വൃത്തി ഉണ്ടാവില്ല. ഇവിടെ പണ്ടത്തെ കുറേ മിഠായികളുണ്ട് കേട്ടോ. ത്രാസ് മിഠായി. ഈ മിഠായിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇത് ആപ്പിൾ മിഠായി, പിന്നെ കാശ് മിഠായി, നാരങ്ങ മിഠായി, പിന്നെ ഐറ്റം സിഗരറ്റ് മിഠായി. ഇതൊക്കെ മുടി കഴിക്കും. ഇപ്പോൾ ഞാൻ കണ്ടു.
വലിയ ദൈവമല്ലോ. ഞങ്ങൾ കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചു കേട്ടോ, പക്ഷെ വേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ തോന്നി. കാരണം പണ്ടത്തെ ഒരു ടേസ്റ്റ് ഒന്നിനുമില്ല, ഷേപ്പ് മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് നമ്മൾ പറയുന്ന ആ ഒരു അതല്ല, നമ്മൾ കഴിച്ചിരുന്ന ഒരു രുചിയിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് ഒരിക്കലും സാധിക്കുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. പിന്നെ ഇതേപോലെ പാനിപൂരിയും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് പോന്നു കേട്ടോ. പായും അവിടെ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ. തൃശ്ശൂർക്ക് നമ്മൾ ഇതുപോലെ വല്ലപ്പോഴൊക്കെ വരെയെങ്കിലും കൂടിയിട്ട് ഇന്ന് വരെ ഈ സാധനത്തിൻ്റെ മുകളിലേക്ക് കയറാൻ എനിക്ക് സാധിച്ചിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മുട്ടിയെടുത്ത് പറഞ്ഞതാണ് കേട്ടോ, നമുക്ക് പോണ നേരത്ത് കയറാം ഇതിൻ്റെ മുകളിലേക്ക് എന്നുള്ളത്. പക്ഷേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പായു ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അമ്മൂട്ടി ഒരു പണി പറ്റിച്ചു കേട്ടോ. അവൾക്ക് കുറേ നാളായിട്ടുണ്ട് പറയണു മുടി വെട്ടണം എന്നുള്ളത്. അങ്ങനെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2-3 സലൂണിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ബുക്ക് ചെയ്തങ്ങ് മാത്രമാണ് അവർ മുടി വെട്ടിത്തരുള്ളൂ. ഞാൻ ഏകദേശം ഒരു 10 മണിയുടെ അടുത്തും ആയിട്ടുണ്ട് കേട്ടോ. 10 മണി ആയിട്ടുണ്ടോ, ഏകദേശം ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് മാക്സിൽ കയറി. കുട്ടപ്പൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ അവനുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. മുടിയുടെ മുഖം പോയ പോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. കുറേ നാളായിട്ടുണ്ട് കേട്ടോ. മുപ്പുള്ളത് അതങ്ങനെ പറഞ്ഞ് ആഗ്രഹിച്ച് നടക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വല്ലാണ്ട് വെട്ടണ്ടെന്നൊന്നും പറഞ്ഞില്ല. അവളെ ഇഷ്ടപ്രകാരം തന്നെ ആയിക്കോട്ടെ. നമ്മൾ ഗുരുവായൂരുള്ള ലൈറയിലേക്കാണ് കേട്ടോ വന്നത്. എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കാറിൽ പോയിരുന്നിട്ട് കുറച്ച് നേരം വർക്ക് ചെയ്തു കേട്ടോ. ഞാൻ പോയി വരുമ്പോഴേക്കും 2 പേരുടെയും മുടിവെട്ടൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഇത്രയ്ക്കധികം ഉണ്ടായിരുന്ന മുടി വെട്ടി ഇത്രയും കുറച്ചപ്പോൾ പെട്ടെന്നൊരു ഷോക്ക് എനിക്ക് തോന്നി. 2, 3 നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. ഒന്നോട് തിരിഞ്ഞ് ഇങ്ങനെ ആക്കി ബാക്ക് കാണിച്ചാൽ മുട്ടറേ. മറ്റേ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, കംപ്ലൈൻറ്റ് കൊണ്ടുവരും. മുടി വെട്ടണത് അത്ര വലിയ കുഴപ്പം. ബാക്ക് കാണിച്ചേ. ഒന്ന് പോയി തിരിഞ്ഞ, നേരത്തെ തിരിഞ്ഞ പോലെ തിരിഞ്ഞു വന്ന് തിരിയോ. സെറ്റ്. ഇത് മകരച്ചൊവ്വയുടെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ അമ്പലത്തിൽ ഇന്ന് പായസം വെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാവരുടെയും ഒരു പ്രൈവസിനെ ബാധിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് എടുക്കാത്തതാണ്. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കരുതല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ റോട്ടിൽ കാണുന്ന ആൾക്കാരൊക്കെ എടുക്കാമല്ലോ എന്ന്. അവർ നമ്മുടെ വ്ളോഗ് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. എന്നാലും എന്തായാലും കുഴപ്പം വന്ന് പറയാണ് ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോ എന്തിനെടുത്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പള്ളിപ്പെരുന്നാളൊന്നും ഞാൻ ഇപ്രാവശ്യം അറിഞ്ഞു തന്നെയില്ല കേട്ടോ. അമ്മയാണ് വിളിച്ച് പറഞ്ഞത് ഇന്ന് പള്ളിപ്പെരുന്നാളാണ് പോണില്ലേന്ന്. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും പോകാണ്ടിരിക്കുന്നത് മോശമില്ല, അറിഞ്ഞിട്ട് പോയിട്ടില്ലെങ്കിൽ. കാരണം അമ്മൂട്ടിക്ക് ഇതൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവളെ നിർബന്ധപ്രകാരമാണ് അന്ന് പോയത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു.